നാടകം സ്മാരക വായനശാലയുടെ 57ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആന്റിഫ 2025 ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ KR സുബ്രഹ്മണ്യ സർ, പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനും കൂടിയാണ് അദ്ദേഹം. നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാജു, ആശംസ പ്രസംഗങ്ങളുമായി വേദിയെ അലങ്കരിക്കുന്ന ഈ നാട്ടിലെ സമാരാധരായ നേതാക്കന്മാരെ, പൊതുപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ നാട്ടുകാരെ, ഇന്ന് ഉച്ചയായപ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഉച്ചയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. അതിനുശേഷമുള്ള ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഞാനും ഈ ഒരു നാട്ടുകാരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്നേഹത്തിനും സ്വാഗതത്തിനും ഏറ്റവും ഹൃദ്യമായ സ്നേഹത്തോടെ, നന്ദിയോടെ ഈ ഒരു വലിയ വേദി, ഈ വലിയൊരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതായി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു. ഞാനും നിൽക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. കാരണം ഈ നാട് സ്നേഹാർദ്രമായ മനുഷ്യന്റെ, മലയാളിയുടെ ചരിത്രം കുറിക്കുന്ന നാടാണ്. നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഗ്രാമം, അവയവദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം, ഒരു വായനശാല ഒരു നാടിന്റെ സാംസ്കാരിക ഇടങ്ങളിലേക്ക് പടർന്നു കയറേണ്ടത് എങ്ങനെയാണ് എന്ന് ലോകത്തിന് മാതൃകയാവുന്ന ഗ്രാമം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് വലിയ ഒരിടമാണ്, വലിയൊരു വേദിയാണ്. ഞാൻ നിൽക്കുന്നത് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും സാംസ്കാരിക സമ്പന്നമായ ഒരു വലിയ വേദിയിലാണെന്നുള്ള നിറവാർന്ന സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ഈ പരിപാടിയുടെ ടൈറ്റിൽ ആന്റി ഫാസിസ്റ്റ്. ഈ നോട്ടീസിൽ എഴുതിയിരിക്കുന്നു ഫാസിസത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം. എന്നിട്ട് നമുക്ക് ആ നോട്ടീസ് എഴുതി തീർത്തിട്ട് മതിയാവുന്നില്ല, മുഴുവനായോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നോട്ടീസിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കല, മാനവികതയ്ക്ക്, സംസ്കാരം, മതനിരപേക്ഷതയ്ക്ക്. നമ്മൾ ഈ മൂല്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് വലിയ വേദനയോടെ കരയുന്ന ദിവസങ്ങളിലാണ്. 2025 മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജസ്വലമായി തീഷ്ണതയോട് കൂടി സമരം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ഇങ്ങനെ എന്ന് വിലപിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ലോക പരിഷ്കാരത്തിന്റെ ഇടയിൽ 100% നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ലോക സംസ്കാരത്തിന്റെ ഇടയ്ക്കും പരിഷ്കാരത്തിൽ 100% നിറഞ്ഞു നിൽക്കുമ്പോൾ ടെക്നിക്കലായി, അഡ്വാൻസ്ഡായി ഒക്കെ ഇനി അങ്ങോട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന സംശയത്തിൽ AI നമ്മളെ നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മളുടെ വരുതിയിലാക്കി ഈ ലോകത്തെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാലത്ത് നിൽക്കുമ്പോൾ മനുഷ്യന്റെ പരിഷ്കാരങ്ങൾ നിറവാർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സാംസ്കാരികമായി എവിടെ എന്നൊരു ചോദ്യമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് സംസ്കാരം എന്ന് ചോദിക്കേണ്ടി വരും. എന്താണ് സംസ്കാരം? എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഉറക്കെ പറയുകയാണ്. സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ഫാസിസമാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് ഫാസിസം എന്ന് ചോദിക്കേണ്ടി വരും. നമ്മളിലെ തന്നെ രണ്ടാമൻ ചോദിക്കും, ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? എന്താണ് ഫാസിസം? പറയാൻ എളുപ്പം ആന്റി ഫാസിസ്റ്റ് അല്ല ആന്റി ഫാസിസം. എന്താണ് ഫാസിസം? എന്താണ് ഫാസിസത്തിന് ബദല്? ഫാസിസത്തിന് ബദല് നിങ്ങളുടെ നോട്ടീസ് പ്രകാരം സാംസ്കാരിക പ്രതിരോധമാണ്, അല്ലെ സാംസ്കാരിക ബദലാണ്.
അപ്പൊ എന്താണ് ഫാസിസം എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നിടത്ത് താഴെയിരിക്കാം നമുക്ക് ഒരുപക്ഷെ ഇല്ല. എന്നാൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ഈ സംസ്കാരം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, സംസ്കാരം എന്തെന്നുള്ള ചോദ്യത്തിൽ ഒരുപാട് പേര് ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന വിശദീകരണം ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ അന്തസ്സോടെ പറയാം, സോഷ്യലിസ്റ്റ് ഇന്ത്യ സ്വപ്നം കണ്ട ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാ നെഹ്റുവിന്റെ ഒരു കോട്ടാണ്. മനുഷ്യന്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും വിശാലതയാണ് സംസ്കാരം. ഈ സമൂഹത്തിന്റെ മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം. നമ്മൾ വിശാല മനസ്കരല്ലാതെ, വിശാലമായ ആത്മാവില്ലാതെ എവിടെയെല്ലാം ഇരിക്കുന്നു, എങ്ങോട്ടെല്ലാം പോകുന്നു. അത് നീയാണ്, അത് അമേരിക്കയാണ്, അത് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണ്, അതല്ലെങ്കിൽ വലതുപക്ഷ സംസ്കാര ഇടങ്ങളാണ്, വലതുപക്ഷ ജനങ്ങളാണ് എന്നിങ്ങനെ കൈ ചൂണ്ടുന്നതിന് പകരം ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ തിരിച്ച് എന്റെ നേരെ ചൂണ്ടിയിരിക്കുന്നുണ്ട് എന്ന് കറയറ്റ് കുറ്റമറ്റ് സ്വന്തം നിലയിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഫാസിസ്റ്റിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, ഫാസിസത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എന്നുള്ളതാവണം ആദ്യത്തെ കാഴ്ചപ്പാട്. നമ്മളിൽ ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? ഏതെല്ലാം രീതിയിൽ എന്തെല്ലാമാണ് ഫാസിസം ഇവിടെ പ്രയോഗിക്കുന്നത്? 2025 നിൽക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു വർഗീയ ഫാസിസം. വർഗീയതയ്ക്കെതിരെ എന്ന് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും മനുഷ്യനായി പിറന്നിട്ടുള്ള ഒരാള്, മാനവികതയും മനുഷ്യത്വം എന്തെങ്കിലും ഒന്ന് ഉള്ളിലുള്ള ഒരാളെ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കണ്ണടച്ച് നമ്മൾ പറയും വർഗീയതയ്ക്കെതിരെ. ഭരണകൂട ഫാസിസം. ഇന്ത്യയിൽ നിൽക്കുന്ന ഓരോരുത്തരും ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് ഈ രാജ്യം എങ്ങോട്ട്, ഇന്ത്യ ഭരിക്കപ്പെടുന്നത് എങ്ങനെ, നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ എന്ത്, നമ്മളുടെ നയപരിപാടികൾ എങ്ങനെ, നമ്മുടെ പ്രതിരോധ നടപടികൾ എങ്ങനെ, നമ്മുടെ ആഗോള കാഴ്ചപ്പാട് എന്ത്, ഈ ആഗോള ഭൗമ അന്തരീക്ഷത്തിൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെ. അവിടെയും ഫാസിസം അതിന്റെ കറുത്ത മുഖം. പുറമെ ഇന്ന് ഏറ്റവും അധികം ചോദിക്കുന്നത്, ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുമ്പോഴും നമ്മൾ തമ്മിൽ പറഞ്ഞു പോകുന്നത്, നിങ്ങളെ കസേരയിൽ വന്നിരിക്കുമ്പോഴും പറഞ്ഞു പോകുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അന്തസ്സിന്, നട്ടലിന്റെ നിവർന്നു നിൽക്കുന്ന അവസ്ഥയ്ക്ക്, അല്ലെ ഞാൻ എന്ന് പറയുന്ന ബോധ്യത്തിന് ഏറ്റവും വലിയ ചോദ്യം ഈ ചരിത്രം ചോദിച്ച ദിവസമാണ് ഇന്നലെ. അമേരിക്കയുടെ യുദ്ധവിമാനം ഇന്ത്യക്കാരുടെ കയ്യും കാലും കെട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മൾ ഏറ്റവും അധികം ലോകത്തിലെ മാനവശേഷിയായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, ലോക നിർമ്മാണ വികസന പ്രക്രിയയിൽ ഏറ്റവും അധികം സംഭാവന ചെയ്തിരിക്കുന്ന മാനവ ശക്തിയായി മാറി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ മക്കൾ കയ്യും കാലിൽ കെട്ടപ്പെട്ട രീതിയിൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനത്തിൽ ഈ നാട്ടിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതാ വന്ന് 140 പേരോ 200 പേരിലേക്കോ എത്തുന്ന അഭിമാനക്ഷതമല്ല. അത് ഇന്ത്യയിൽ ഇന്ന് പിറന്നു വീണിരിക്കുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ നിൽക്കുന്ന ഓരോ ഭ്രൂണത്തിനും ഉൾപ്പെടെ ഏൽക്കുന്ന അഭിമാനക്ഷതമാണ്. ആരാണ് ചോദിക്കാൻ? ആരാണ് ചോദിച്ചത്? അഥവാ ആരാണ് ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടവരുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്താൻ പോലും പറ്റാൻ കെൽപ്പില്ലാത്ത രീതിയിലേക്ക് ആ 140 പേര് മാത്രമല്ല കയ്യും കാലും കെട്ടിയിടപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരെയും കയ്യും കാലും കെട്ടിയിടപ്പെട്ടത് അവസ്ഥയിലാണ്. നമ്മൾ ഓരോരുത്തരും വായ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. നമ്മൾ ഓരോരുത്തരും മൂക്ക് പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെയാണ് ഈ ഗ്രാമം ആന്റിഫ 2025 പ്രഖ്യാപിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളിലേക്ക് ചുരുങ്ങി ചിന്തിച്ചാൽ നമ്മളുടെ മതം, നമ്മളുടെ ജാതി, നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മളുടെ വേരുകൾ, നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ നിലപാടുകൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ, ഇതിനെവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം? ഇവിടെ അത്തരത്തിലുള്ള വിഷയങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? എന്താണ് ഇന്ത്യയിലെ മതം? എന്താണ് ഇന്ത്യയിലെ ജാതി? ഇതിനെല്ലാം ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്ന ബദൽ എന്ത്?
ഇതിനെല്ലാം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ബദൽ 1950 ജനുവരി 26 ലോകത്തിലെ ഓരോ മനുഷ്യരുടെയും മുമ്പിൽ ഏറ്റവും അഹങ്കാരത്തോടെ അന്തസ്സോടെ എഴുതി തയ്യാറാക്കി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്ന രീതിയിലുള്ള ഇന്ത്യൻ ഭരണഘടന നമ്മളുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാംസ്കാരിക നയരേഖയായി നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ നമ്മൾ ഓരോരുത്തരും നെഞ്ചോട്ട് അടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന അന്തസ്സായി ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ കയ്യും കാലും കെട്ടപ്പെട്ട ഫാസിസത്തിന്റെ അടിമകളായിരിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, ഒന്നല്ലാതെ ഉറക്കെ പറയുക, ഉയർന്ന് സമരം ചെയ്യുക, സാമൂഹ്യ പോരാളികളായി മാറുക, മനുഷ്യനാവണം, മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്ന പ്രഖ്യാപനത്തോടെ ഈ ലോകത്തെ നോക്കിക്കൊണ്ട്, അമേരിക്കയെ നോക്കിക്കൊണ്ട്, വലതുപക്ഷ ഐക്യ ശക്തികളെ നോക്കിക്കൊണ്ട് ഉറക്കെ പറയാൻ പറ്റണം നമുക്ക്, ഞങ്ങൾ മനുഷ്യരാണ്. ഉറക്കെ പറയാൻ പറ്റണം നമുക്ക്. എത്രത്തോളം നമ്മുടെ ശബ്ദം താഴ്ന്നു വരുന്നോ, എത്രത്തോളം ശക്തിയില്ലാതെ നമ്മൾ വരുന്നോ, എത്രത്തോളം മൗനമായി നമ്മൾ ഇരിക്കുന്നോ, അത്രത്തോളം നമ്മൾ ബന്ധിതരായിരുന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയില്ല മുന്നോട്ട് ജീവിതം. ഇത് അലങ്കാരികമായി ഇവിടെ വന്നെന്ന് പറയുന്നതല്ല. നമുക്കിപ്പോ എല്ലാം ഒരവയിൽ തരുക. ഈ എല്ലാം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ജാതി, നമ്മളുടെ മതം, നമ്മളുടെ ഭരണഘടനാ അനുശാസനങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതം, ഇതെല്ലാം ഇങ്ങനെ കൂട്ടിക്കഴിച്ച് അങ്ങ് വിഴുങ്ങുകയാണ്. എല്ലാം ആസ്വദിച്ച്, എല്ലാം അനുഭവിച്ച്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തോടെ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ആ ചോദ്യം ഉയരാൻ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. ആ ചോദ്യമുണ്ട് നമ്മളിൽ എന്ന് പറയാൻ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വലുതായി മുഴച്ചെന്നെ നിൽക്കുന്നുണ്ട് എന്ന് പരിപൂർണമായ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാൻ, പറയാനല്ല, ചിന്തിക്കാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യത്തിൽ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. ആ തിരിയാണ് കെടാതെ സൂക്ഷിക്കേണ്ടത്. എന്താണ് ഇന്ത്യ മഹാരാജ്യം? ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദേശീയതയാണ്, ദേശീയ സംസ്കാരമാണ് അന്തസ് എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നു. എന്താണ് ഇന്ത്യയുടെ ദേശീയത? എന്താണ് ഇന്ത്യയുടെ സംസ്കാരം? 4635 ജാതികൾ ചേരുന്നതാണ് ഇന്ത്യയുടെ ദേശീയത. ബഹുസ്വര സ്വഭാവമുള്ളതാണ് ഇന്ത്യയുടെ ദേശീയത. ഒരു സ്വഭാവം ശ്രദ്ധിച്ചാൽ അത് ഫാസിസമാണ്. 4635 ജാതികളുള്ള ഇന്ത്യയിലെ ബഹുസ്വരരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുകയും ആ അടിസ്ഥാന വർഗങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നാടിന്റെ സമഗ്രമായ, രാജ്യത്തിന്റെ സമഗ്രമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഭരണഘടനയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയിലെ മാനവികത, അല്ലെങ്കിൽ ഇന്ത്യ മനുഷ്യൻ താമസിക്കുന്ന ഒരു ഇടം എന്ന് വളർന്നു വന്ന ആ ജാതി സമൂഹ ചരിത്രത്തെ അവഗണിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് അതെല്ലാം മതത്തിന്റെ ബ്രാഞ്ചുകളായി നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് മതം? ജാതി വ്യവസ്ഥയാണോ മതം? ഇത് രണ്ടും ഒന്നാണോ? നമ്മുടെ KYC പൂരിപ്പിക്കുമ്പോൾ കടകളിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്കൂളിൽ അഡ്മിഷൻ എഴുതുമ്പോൾ പേര്, ജെൻഡർ, പിന്നെ അടുത്ത് എന്താ? റിലീജിയന്റെ അടുത്ത് കോമ ഇട്ടിട്ട് എന്തെഴുതും? കാസ്റ്റ്. അപ്പൊ നമ്മളിലെല്ലാം കുഞ്ഞിലെ മുതൽ, ഞാനും ഉൾപ്പെടെയുള്ളവര് ചിന്തിച്ചു വെക്കുന്നത് എന്താ? റിലീജിയൻ, കാസ്റ്റ്. അപ്പൊ ഞാൻ ഹിന്ദുവിന്റെ അടുത്ത പിരിവ് എന്റെ ജാതി.
അല്ലേ? ക്രിസ്ത്യൻ എന്നെഴുതിയ അതിൻ്റെ അടുത്ത പിരിവ് ജാതി. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ അതാണോ? അതല്ല എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈവെക്കാമോ? നമ്മുടെ സാമൂഹ്യപരമായ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അല്ലെ നമ്മൾ ജീവിക്കുന്നിടത്ത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ജാതിയും മതവും പ്രയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ മതത്തിന്റെ പിരിവല്ല എൻ്റെ ജാതി എന്ന് ബോധ്യമുള്ളവർ ഇതിനകത്തുണ്ടോ? ഹിന്ദു ഒരു മതമാണോ? ആ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവരൊന്ന് കൈവെക്കാമോ? ഒക്കെ ഹിന്ദു മതമാണോ? ഉറപ്പാണോ? ഹിന്ദു മതമല്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവെക്കില്ലേ? ബാക്കില് ഹിന്ദു ഒരു സംസ്കാരമാണ്, ഹിന്ദു ഒരു മതമല്ല. അതറിയില്ല നമുക്ക്. നമ്മളുടെ ഇവിടെയുള്ള മതങ്ങൾ ഏതൊക്കെയാ? ക്രിസ്ത്യൻ ഒരു മതമാണോ? ആണോ? ഹിന്ദു അല്ല എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ മതമാണോ? ആണ്. ഇസ്ലാം മതമാണോ? ആണ്. ഇന്ത്യയിൽ ഉത്ഭവിച്ച മറ്റു മതങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഇതൊക്കെ ഇന്ത്യയിൽ അതാത് സമയത്ത് ഉത്ഭവിച്ചു. അപ്പൊ ഹിന്ദു എന്താ? ഹിന്ദു ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. സിന്ധു നദീതടങ്ങളിൽ ഉണ്ടായ ഒരു മാനവിക സാംസ്കാരിക വളർച്ചയാണ് ഹിന്ദു. ബ്രിട്ടീഷുകാരൻ അവസാനം വന്ന നാട് ഭരിച്ച് പോകാൻ സമയമായപ്പോ ഇവിടെ ഒരു സെൻസസ് നടത്തിയപ്പോ ഇതിനെയൊക്കെ വർഗീകരിച്ച് എഴുതി വെച്ചപ്പോ നായരും നമ്പൂരിയൊക്കെ ആയിട്ടുള്ള സവർണറുടെ എല്ലാം പേരെഴുതി വെച്ചപ്പോ അവര് ഭൂരിപക്ഷം ആകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ അടിസ്ഥാന വർഗത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് അന്ന ഇരിക്കട്ടെ ഭൂരിപക്ഷമാക്കാൻ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരു മതം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആക്കി തന്നത് നമ്മൾ അപ്പാടെയാണ് വിഴുങ്ങുകയും നമ്മളുടെ ചരിത്രത്തിൽ നമ്മളുടെ ബഹുസ്വരതയെ നമ്മളുടെ സ്വഭാവവിശേഷങ്ങളെ എല്ലാം നിശ്ചയിച്ചു കൊണ്ടുവന്ന നമ്മളുടെ ജാതി വ്യവസ്ഥയെ അടിച്ചമർത്തിയിടുകയും ജാതി അനുസരിച്ച് ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ വർഗീയ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ കണ്ണുകളുള്ള കച്ചവട രാഷ്ട്രീയത്തിന്റെ വർഗീയതയുടെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ എത്തപ്പെട്ടു പോയത് നമ്മളുടെ അജ്ഞത കൊണ്ടാണ് എന്നുള്ളിടത്താണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാംസ്കാരിക നായകനായിരിക്കുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് ബദലായിരിക്കുന്ന ഫാസിസത്തിന് ഏറ്റവും വലിയ ബദലായിട്ടുള്ള ആശയങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ മൂല്യബോധനമായി കൊടുത്ത സാംസ്കാരിക ബദൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് അങ്ങോട്ട് മാത്രമേ നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തും. ഗുരുവാണ് പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ഫാസിസത്തിന്റെ സാംസ്കാരിക ബദൽ? ഇതിനപ്പുറത്തേക്ക് എന്താണ് സാംസ്കാരിക ബദൽ? ഇതാണ് സാമൂഹ്യ മാനവിക പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ശബ്ദമായിട്ട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് അവിടെയാണ്. നമ്മളിത് മറന്നു വെക്കുകയാണ്. പുരാതന ഗ്രീക്ക് മുതൽ ആധുനിക ലോകം അസ്തമിക്കാത്ത സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ സാമ്രാജ്യത്വവുമായിട്ട് കോളനി ഭരണവുമായിട്ട് ബ്രിട്ടീഷുകാരൻ വരെ വന്നു. ഈ വന്നവരുടെയൊക്കെ കോൺകർ ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചു. അധികാര ഇടങ്ങളിലേക്ക് വളർന്ന ചരിത്രം നമ്മൾ പഠിച്ചു. പ്രാചീന ഇന്ത്യയിലും മധ്യകാല ഇന്ത്യയിലും മുഗൾ വംശത്തിന്റെ ഭരണം നേതൃത്വം കൊടുത്ത മധ്യകാല ഇന്ത്യയിലും എല്ലാം നമ്മൾ ഇന്ന് വംശീയമായി ചേരി തിരിച്ചു നിർത്തി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ ഇടയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ കേട്ടു പ്രാചീന ഇന്ത്യ മുസ്ലിമിന്റെ, മധ്യകാലം പ്രാചീന ഇന്ത്യ ഹിന്ദുവിന്റെ, മധ്യകാല മുസ്ലിമിന്റെ, ആധുനിക ഇന്ത്യയിൽ കൊളോണിയൽ അധിനിവേശത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ചരിത്രം വരെ നമ്മൾ പഠിച്ചു. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത എല്ലാ രാജാക്കന്മാരും നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അധികാരം നടത്തിയവരുടെ പ്രണയത്തെ കുറിച്ച് പഠിച്ചു. മുംതാസിനെയും ഷാജഹാനെയും കുറിച്ച് പഠിച്ചു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഭക്ഷണവും രീതിയും എല്ലാം നമ്മൾ പഠിച്ചു അറിഞ്ഞു.
പക്ഷേ സാധാരണക്കാരായിട്ട് ഈ നാട്ടിലേക്ക് വന്നവർ, സാധാരണ കൃഷി ചെയ്യാൻ വന്നവർ, സാധാരണ കച്ചവടം ചെയ്യാൻ വന്നവർ, സാധാരണക്കാരായിട്ട് വന്നവർ ഈ നാട്ടിലെ ആരോഗ്യമുള്ള മണ്ണിൽ ആരോഗ്യമുള്ള പെണ്ണുങ്ങളോട് പരിണയിച്ച് ഇണചേർന്ന് ഈ നാട്ടിൽ ജീവിതവും ആവാസവും ഉറപ്പിച്ച് സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് നമ്മൾ ആരും പഠിച്ചില്ല. ഇങ്ങനെ വന്നവർ നമ്മുടെ നാട്ടിന്റെ സങ്കരമായിട്ടുള്ള സംസ്കാരത്തിലേക്ക് ഇടകലർന്ന് ജീവിച്ചെടുത്തുന്നു തുടങ്ങിയിട്ട് 4635 ജാതികളിലേക്ക് എഴുതി കണക്ക് കൂട്ടി നിൽക്കുന്ന ബഹുസ്വരതയുടെ ഒരു വലിയ സംസ്കാരത്തിന്റെ ഇടമാക്കിയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ വളർന്നു വന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ ജാതിയുടെ ആവിർഭാവം നിൽക്കുന്നത്. ഇവിടെ വിദ്യയും ബുദ്ധിയും കൈവച്ചാൽ ബ്രാഹ്മണനായി. ഇവിടെ നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി സമരം ചെയ്യാൻ പറ്റുന്ന കായിക ശേഷി ഉണ്ടായിരുന്നവൻ ആ രാജ്യത്തിന്റെ അധിപനായി, സംരക്ഷകനായി. കുറച്ച് കൗശലത്തോടെയൊക്കെ നാട്ടിലെ കുറച്ച് പച്ചക്കറികളും പിന്നീട് വന്ന് നല്ല നാണ്യ സംഭാവനകൾ ചെയ്തുകൊണ്ടിരുന്ന സുഗന്ധദ്രവ്യങ്ങളും ഏലവും കുരുമുളകും കാപ്പിയും ഒക്കെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടും കച്ചവട കൗശലം ഉണ്ടായിരുന്നവരൊക്കെ നമ്മൾ വൈശ്യഗണത്തിൽപ്പെടുത്തി അവിടെയായി. താരതമ്യേന കഴിവില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, വൈഭവമില്ലാത്തവർ ഒക്കെ നാട്ടിലെ ഏറ്റവും താഴെ അധസ്ഥിതൻ, അടിമകൾ, അധീശത്തെ ഒബേ ചെയ്ത് അനുസരിച്ചൊക്കെ നിൽക്കേണ്ടവൻ ശൂദ്രന്റെ പണി ചെയ്തുകൊണ്ട് തുടങ്ങി. ഇനി അതിലും താഴെ പൊന്തകളിലും നുഴഞ്ഞു നടന്നവൻ, ആരും കാണാതെ നടന്നവൻ, കണ്ടാൽ പോലും ദോഷമുള്ളവനായിട്ടുണ്ടായിരുന്ന അന്ത്യജന്മങ്ങൾ വേറെയും ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് പിന്നീട് തൊഴിൽ വിഭജനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മളുടെ ചാതുർവർണ്ണത്തിലേക്ക് എത്തുകയും അതിനെല്ലാം മേലെ പിന്നീട് ആര്യ സംസ്കാരത്തിന്റെ വരവോടുകൂടി ബ്രാഹ്മണിക്കലായിട്ടുള്ള അനുശാസനങ്ങൾ ഉണ്ടാവുകയും ആ അനുശാസനങ്ങളുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾക്ക് അറിയാം, കുറേ കാര്യങ്ങൾ അറിയാം. ഈ അനുശാസനങ്ങൾ ഓരോ വികാരങ്ങളായി, മതവികാരങ്ങളായി, വർഗീയതയായി ഇന്ന് ഒന്നിച്ചൊരുപോലെ ഇടകലർന്ന് അടുത്ത വാർഷികത്തിന് ഈ കസേരകളിൽ നമ്മൾ ഇരിക്കാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് ഓരോരുത്തരെയും വിഘടനത്തിന്റെ ഓരോ കളങ്ങളിലേക്ക് വേർതിരിച്ചു നിർത്തുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഫാസിസ്റ്റുകളാക്കി മാറ്റുന്ന സാമൂഹ്യ ഘടനയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഞാനും ഒരു ഫാസിസ്റ്റ് ആണ്, എന്റെ ചിന്താഗതിയിൽ ഞാനും ഒരു ഫാസിസ്റ്റ് ആണ് എന്ന് ഒളിച്ചെങ്കിലും പറയേണ്ടി വരുന്ന, ആരും കേൾക്കാതെ സ്വകാര്യമായ നമ്മളുടെ ഹൃദയത്തോട് നമ്മൾ മന്ത്രിച്ചു പോകുന്ന അത്രയും പുറത്തുള്ള കച്ചവടങ്ങൾ, പുറത്തുള്ള മതാധികാരങ്ങൾ, പുറത്തുള്ള ആചാരങ്ങൾ, അതിന്റെ ചൂഷണങ്ങൾ, അതിന്റെ സ്ഥാപനവൽക്കരണങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വേദിയിൽ ഇരിക്കുമ്പോ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ധവിശ്വാസവും അനാചാരവും പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയുമല്ലോ അല്ലേ. ഈ അന്ധവിശ്വാസവും അനാചാരത്തിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞു വെച്ചത്. നമ്മൾ ആരൊക്കെ ഉണ്ട് ഈ ഒരു അടിത്തറയിൽ നിന്നിട്ട് അന്ധവിശ്വാസി അല്ലാതെ ആരൊക്കെയുണ്ട്? ഞാനൊരു അന്ധവിശ്വാസി അല്ല എന്ന് പറയാൻ ഇവിടെ ആരൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ കാണുന്ന വർഗീയത അല്ലെ നമ്മൾ കാണുന്ന മതം, അതാണോ നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മളുടെ ആത്മീയത? നമ്മൾ വിശ്വസിക്കുന്ന ഇങ്ങനെ സ്വകാര്യമായിട്ട് നെഞ്ചിൽ വെച്ചുകൊണ്ട് ആശ്വസിക്കാൻ വേണ്ടി കണ്ണടച്ചിരുന്നുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ താളം ക്രമീകരിച്ചുകൊണ്ട് ബിപിയിലോ ആശങ്കയിലോ വേദനയിലോ കഷ്ടപ്പാടുകളിലോ അതിവേഗം ഇടിക്കുന്ന നമ്മളുടെ ഹൃദയത്തിനെ ഇങ്ങനെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ഭഗവാനെ എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു വിളിക്കുന്നിടത്ത് നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ എന്താ പറയാ, കുംഭമേളയില് ഇത്രയും പേര് മരിക്കൂ? ഇത്രയും വർഷം, എത്ര വർഷത്തിനിടയില? അതെല്ലാവർക്കും അറിയാം. 140 മഹാകുംഭമേളയാണ് നടന്നത്.
വെറും കുംഭമേളയല്ല, മഹാകുംഭമേളയാണ് നടന്നത്. 140 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മഹാവിശ്വാസങ്ങളുമായി ഓടിക്കയറിയിട്ട് ചവിട്ടി അറക്കപ്പെട്ട് മരിച്ചുപോയ മനുഷ്യർ, അത് മോക്ഷാണല്ലോ അല്ലേ? മോക്ഷം കിട്ടാൻ വേണ്ടി പോയവരല്ലേ നമ്മൾ അങ്ങനെയും ന്യായീകരിക്കും. അങ്ങനെയാണെങ്കിൽ മോക്ഷം കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി എന്താ മുഴുവൻ അങ്ങ് മുങ്ങാത്തെ? പോയി പുള്ളിയുടെ താടിയും തള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, മുടി ചീവി വെച്ചേക്കുന്നത് പോലും ഒന്ന് അലങ്കോലപ്പെടാതെ കഴുത്തറ്റം ഒന്ന് തൊട്ട് ആ ജലത്തിലേക്ക് എന്തിനാ ഇറങ്ങി വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഈ അമേരിക്കയിൽ നിന്ന് ജനങ്ങൾ കയ്യും കാലം കെട്ടിവിട്ട് ഇത്ര അന്തസ്സില്ലാതെ പോയി ഇറങ്ങി എന്ന് പറഞ്ഞ് പുറംകാലം കൊണ്ട് ചവിട്ടി ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാരെ ഇങ്ങോട്ട് അടിച്ച് താഴ്ത്തി വിട്ടപ്പോ അതിനെതിരെ ചോദിക്കാൻ വേണ്ടി അന്തസ്സായിട്ട് ഉയർന്നു നിൽക്കാൻ എനിക്ക് ഇത്തിരി ആത്മാഭിമാനം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആ വെള്ളത്തിൽ പോയി മുങ്ങാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് ഞാൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ല എന്ന് തോന്നിയോ? അഥവാ ഈ മഹാകുംഭമേളയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് തോന്നിയോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു രഹസ്യം പറയാട്ടോ, പതുക്കെ പറയല്ലേ, ഇതിൽ ഒരുപാട് പേരൊന്നും കേൾക്കണ്ട. ഒരുപാട് പേര് കേട്ടാൽ പിന്നെ അടുത്ത സൈബർ ആക്രമണം തുടങ്ങും. ഒരു വർഷമായിട്ട് തുടങ്ങിയ സൈബർ ആക്രമണം ഇതുവരെ എന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി അതിന് മൂർച്ച കൂട്ടണ്ടല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം, ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇന്ത്യ ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരുടെ നാസ്തികതയാണ്, ദൈവവിശ്വാസമില്ലായ്മയാണ്. BJP RSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വരനെ മുൻനിർത്തി, രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാത് ശ്രീരാമനെ മുൻനിർത്തി, കപട ശ്രീരാമനെ മുൻനിർത്തി, രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വർഗീയതയ്ക്ക് കുടപിടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഏറ്റവും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കപട കച്ചവടക്കാരായിരിക്കുന്ന ഇന്ത്യയുടെ ഭരണാധികാരികളുടെ നാസ്തികതയാണ് ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസമുള്ള ആൾക്കാരാണ്. ഞാനും ഈശ്വരവിശ്വാസിയാണ്, ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്റെ ജീവിതത്തിന്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ മാർസിയൻ പ്രയോഗമാണെന്ന് എന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഞാൻ. പക്ഷെ ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് നേരെ വിട്ടു പോകാത്ത ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന ഫ്യൂഡൽ കാഴ്ചപ്പാടുകളുടെ അവശേഷിപ്പുകൾ എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ അവിടെയും മാർക്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും, ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തള്ളി പറയേണ്ട. എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ആത്മീയതയെ, എന്റെ ചിന്താഗതികളെ, എന്റെ ആശങ്കകളെ, എന്റെ വിഷമങ്ങളെ, എന്റെ സങ്കടങ്ങളെ ചില സമയത്തെങ്കിലും ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി എന്റെ കുടുംബം ഇന്ന് വരെ അനുവർത്തിച്ചു വന്നിട്ടുള്ള ചില വിശ്വാസങ്ങളിൽ എനിക്ക് നെഞ്ചത്ത് കൈവെക്കുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആത്മീയത ഏതാണെന്ന് പറയുമ്പോൾ ആ ആത്മീയതയിൽ വിശ്വാസമില്ലാതെ കച്ചവട ദൈവങ്ങളെ ഇറക്കിക്കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടാളികളും ഒരു ഈശ്വര വിശ്വാസിയും അല്ല എന്ന് ഉറക്കെ പറയാനുള്ള ബാധ്യത ഈ കോടിക്കണക്കിനായിട്ട് വരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സർവം സഹയായിട്ടുള്ള ദൈവത്തിനെ വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് തുണയായിരിക്കണമേ, എന്റെ വ്യക്തിത്വത്തിന് കൂട്ടായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ടുള്ള പണികൾ ചെയ്യുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഈ കച്ചവടം മുഴുവൻ കാണിക്കുന്നത്. അവരുടെ കച്ചവടം നമ്മളെ നന്നാക്കാനല്ല. അവരുടെ കച്ചവടം നമ്മളെ നന്നാക്കാനാണെങ്കിൽ അവർ നടത്തേണ്ടുന്ന രാമപ്രതിഷ്ഠ മഹാത്മജിയുടെ രാമനെയാണ്. അയോധ്യയിലെ അമ്പലത്തിൽ പള്ളി പൊളിച്ചുകൊണ്ട് നിർമ്മിച്ച അയോധ്യയുടെ അമ്പലത്തിൽ അവർ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തിന്റെ ധർമ്മപുത്രരായിരിക്കുന്ന മാതൃകാ പുരുഷോത്തമനായിരിക്കുന്ന ശ്രീരാമനല്ല. ഗാന്ധി അത് വളരെ കൃത്യമായിട്ട് ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ രാമൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും രാമൻ. എന്റെ രാമരാജ്യം ധർമാധിഷ്ഠിതമായി
ഭരിക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യമാണ്. എന്റെ രാമരാജ്യത്ത് രാമനും റഹിമും ഒന്നാണ്. നരേന്ദ്രമോദിയുടെ രാമരാജ്യത്തിൽ രാമനും റഹിമും ഒന്നല്ല. നരേന്ദ്രമോദിയുടെ രാമരാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് റഹിമിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുറെ രാമന്മാരുടെ യുദ്ധകാഹളം മുഴങ്ങുന്ന അയോധ്യയിൽ രാമപ്രാണ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പം ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കൊണ്ട് ആയുധമെടുക്കാൻ ഭയപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ഉണ്ട് എന്ന് ഗർവോടെ ഉയരെ ഉച്ചത്തിൽ പറഞ്ഞ ഭരണാധികാരികളുടെ നാടാണ്. അത് സ്നേഹത്തിന്റെ നാടല്ല. അത് മാതൃകാ പുരുഷോത്തമനായിരിക്കുന്ന രാമന്റെ നാടല്ല. അത് മനുഷ്യനെ ഒന്നാകെ രാമനെയും റഹിമിനെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും നാടല്ല. അത് വർഗീയത പറഞ്ഞ്, മതം പറഞ്ഞ്, നിറം പറഞ്ഞ്, രുചി പറഞ്ഞ്, വസ്ത്രം നോക്കി ആൾക്കാരെ മാറ്റി മാറ്റി വിഘടിപ്പിച്ചു നിർത്തുന്ന സംസ്കാരത്തിന്റെ രാമരാജ്യമാണ്. അതിനെതിരെ ശബ്ദിക്കേണ്ടത് യഥാർത്ഥ രാമരാജ്യത്തെ പൗരന്മാരാണ്. അതിനെതിരെ ശബ്ദിക്കുന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എഴുതപ്പെട്ട ഭരണഘടന. ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ഭരണഘടനയാണ്. ഈ വെല്ലുവിളി ഭരണഘടന നേരിടുമ്പോൾ നമുക്ക് ഒരേ ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇന്ന് ആ ചോദ്യം ചോദിച്ചു തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു ചോദ്യം, ഈ ഭരണഘടന ഡൈല്യൂട്ട് ചെയ്യാൻ ഈ ഭരണഘടനയിൽ വെള്ളം ചേർക്കുന്നിടത്ത് ഞാനുണ്ടോ? ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കുന്ന എന്റെ ഭരണഘടനയിൽ വെള്ളം ചേർക്കാൻ ഞാനുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഉണ്ടോ? മതനിരപേക്ഷ രാജ്യത്ത് ഞാൻ എത്രമാത്രം മതനിരപേക്ഷമായിട്ടാണ് ജീവിക്കുന്നത്? മതപൗരോഹിത്യത്തിന്റെ കച്ചവടങ്ങൾ നടക്കുന്ന ഈ രാജ്യത്ത് മതപൗരോഹിത്യ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? അങ്ങനെ നമ്മൾ പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടിന് പകരം നെയ്യാറ്റിൻകര ഗോപസ്വാമിയുടെ സമാധി കല്ലറ അവിടെ തീരുന്നത്. ആ സമാധി കല്ലറയിൽ കുറെ പണം വീഴും. കുംഭകോണത്തിന് പോയി എന്ന് പറഞ്ഞ് ഫാൻസി ഡ്രസ് ഒക്കെ നടത്തിക്കൊണ്ടുവന്ന കുറെ സ്വാമിമാർ ഗോപന്റെ സമാധിയിലേക്കാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് കച്ചവട തന്ത്രങ്ങളുമായി വരുന്നുണ്ട്. മനുഷ്യ ദൈവങ്ങൾ വരുന്നുണ്ട്. എല്ലാം നടക്കുന്ന നമ്മുടെ ചെന്താമരയുടെ പുറകെ പോലും ജ്യോത്സ്യനുണ്ടെന്ന് പറയുന്നുണ്ട്. 2 വയസ്സായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന അമ്മ അത് ചെയ്യാനുള്ള കാരണം, 2 വയസ്സായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാമെന്ന് അമ്മയെ തീരുമാനിച്ച് കൂട്ടുനിൽക്കാനുള്ള കാരണം, അമ്മയുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ 2 വയസ്സുകാരി കുഞ്ഞുണ്ടായപ്പോൾ മുതലാണ് കഷ്ടകാലം ഉണ്ടാവുന്നത്, സാമ്പത്തിക നേട്ടം ഇല്ലാതാവുന്നത്. അതുകൊണ്ട് കുഞ്ഞാണ് കഷ്ടകാലം എന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്യുന്നത്? കിണറ്റിൽ എറിഞ്ഞ് കൊല്ലാൻ തയ്യാറാവുന്നത്. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന അവകാശങ്ങളുള്ള, മൗലിക അവകാശമുള്ള, മതാവകാശമുള്ള, വിശ്വാസാവകാശങ്ങളുള്ള നമ്മളുടെ രാജ്യത്ത് ഏതാനും മതങ്ങളുടെ കച്ചവടങ്ങൾ ഈ രീതിയിൽ വളരുന്നത് ആരെ നോക്കിയാണ്? ആരെ കണ്ടാണ്? ആരെ നോക്കിയാണ്? ആരിൽ നിന്നാണ്? നമ്മളിൽ നിന്ന് മാത്രമാണ്. ഏറ്റവും അധികം മാനവികതയുടെ, ജനാധിപത്യത്തിന്റെ തുല്യനീതിയും തുല്യ അവസരങ്ങളും, ജീവിക്കാനുള്ള തുല്യനീതിയും തുല്യ അവസരങ്ങളും സ്നേഹമസൃണമായി ഇന്നും വീടുകൾക്ക് പോലും പറമ്പിന്റെ അതിരി പോലും വേല് കെട്ടാതെ മതില് കെട്ടാതെ ഇടകലർന്ന് ജീവിക്കുന്ന മലബാറിലേക്ക് പോലും ഉണ്ടാകുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ, നുഴഞ്ഞ കയറ്റങ്ങൾ, മതാധിപത്യ നുഴഞ്ഞ കയറ്റങ്ങൾ, വിശ്വാസ ആചാര പ്രമാണങ്ങൾ, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരത്തിലൂടെയും കച്ചവടം സ്ഥാപിക്കുന്ന രീതിയിലുള്ള നുഴഞ്ഞ കയറ്റങ്ങൾ നമ്മളുടെ വേലിക്ക് അപ്പുറം വരെ വന്നു നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആന്റി ഫാസിസം എന്നുള്ളത്, ഈ ഫാസിസം മനുഷ്യത്വത്തിന് മേലെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്നത്, അല്ലെ കാണാൻ പറ്റുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ ഗുണത്തിനായി വരയണം. ആരാണ് ഫാസിസ്റ്റ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആരാണ് ഫാസിസ്റ്റ് എന്ന ചോദ്യത്തിന് ഈ ഒരു ഗുരു പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം എടുത്താൽ മതി.
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവനവനും അപരനും തമ്മിലുള്ള ഏറ്റവും ഇടകലർന്നിട്ടുള്ള അദ്വൈത സിദ്ധാന്തത്തിലൂടെ പരസ്പര കൈകോർക്കൽ, അല്ലെങ്കിൽ അപരൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അപരൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സ്നേഹമായ ആശ്ലേഷത്തിന് പകരം എന്നിൽ അപരൻ എന്ന് പറയുന്ന ഒരു ഭാവത്തിന് ഞാൻ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ബോണ്ട് ഇല്ലാതിരിക്കുന്നവൻ ആരോ അവനാണ് ഫാസിസ്റ്റ്. എന്നിൽ അപരൻ എന്ന് പറയുന്ന ആളോട് സ്വാമി ഗുരു പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലോകാനുരാഗം എന്ന് പറയുന്നത് അപരപ്രിയത്വമാണെന്നാണ്. അപരപ്രിയത്വം ലോകാനുരാഗം എന്നാണ്. ഈ അപരപ്രിയത്വം ഇല്ലാതിരിക്കുന്നവനാരോ അവനാണ് ഫാസിസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മളിൽ എത്രമാത്രം അപരപ്രിയത്വം ഉണ്ട് എന്ന് നോക്കുക. നമ്മളിൽ എത്രമാത്രം കച്ചവട ഉപഭോക്താവ് ഉണ്ട് എന്ന് നോക്കുക. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന കച്ചവട താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കച്ചവടത്തിലെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി എത്രയധികം സ്വാർത്ഥമായ താല്പര്യങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട് എന്ന് നോക്കുക. അങ്ങനെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ്. നമ്മൾ ഓരോരുത്തരും ഭരണഘടനയിൽ വെള്ളം ചേർക്കുന്നവരാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നയരേഖയായിരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന, അതിലെ കർത്തവ്യമായിരിക്കുന്ന ആർട്ടിക്കിൾ 51A പറയുന്ന സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളിലേക്ക് വളരാൻ ഈ AI-യുടെ കാലഘട്ടത്തിൽ പറ്റട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെയും നമ്മളെയും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിയന്ത്രണം കൊണ്ട് ലോകത്തിനെ ഇനിയും വികസനത്തിന്റെ ഏറ്റവും ഉയരെ പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നവവൈജ്ഞാനിക കേരളത്തിന്റെ വളർച്ചയിൽ ഏത് രീതിയിലാണ് നമ്മൾ പങ്കാളികളാവുന്നത്, ഏറ്റവും വലിയ സമരഭടന്മാരാവുന്നത്. ഈ ഏറ്റവും അന്തസ്സോടെ പറയാം, 2025 നമ്മൾ ആന്റിഫ പറയുമ്പോൾ 2025 നവംബർ 1-ാം തീയതി അതിദരിദ്രതയില്ലാത്ത കേരളം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് അത് പ്രഖ്യാപിക്കുന്നത്? ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഏറ്റവും സമർത്ഥമായിട്ട് രീതിയിലുള്ള മാർക്സിസത്തിന്റെ പ്രയോഗത്തിലൂടെ മാത്രമാണ് നമ്മുടെ നാട് അതിദരിദ്രതയില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്, പട്ടിണിക്ക് ഇറങ്ങി വരുത്താൻ പോകുന്നത്. അതൊരു പ്രത്യയശാസ്ത്ര പ്രയോഗം തന്നെയാണ്. ആ പ്രത്യയശാസ്ത്ര പ്രയോഗങ്ങളെ ഏറ്റവും മാനുഷിക ഭാവങ്ങളോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയും ഈ നാട് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗങ്ങളിലേക്ക് ഉയരെ വികസിക്കാനുള്ളതാണ്. അവിടെ ഏറ്റവും വലിയ സമര പോരാളിയായി, ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായി ഞാനുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഈ വായനശാലയുടെ ഓരോ അക്ഷരങ്ങളിലൂടെയും ജീവിക്കുന്ന, ഓരോ സംസ്കാര ഇടവഴികളിലൂടെയും പടർന്നു കയറി ജീവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. അതിനുള്ള നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ഫാസിസ്റ്റും കടന്നു വരാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.